ഏവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന യുഗം കലിയുഗമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ കലിയുഗത്തിൽ മനുഷ്യരാശി അനുഭവിക്കുന്ന സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സിദ്ധൌഷധം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ ശ്രവിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിക്കാനുണ്ടായ സാഹചര്യമാണ് ഞാനിവിടെ പറയുന്നത്. ദേവാസുരന്മാരുടെ യുദ്ധത്തിൽ മരിച്ച അസുരന്മാർ അടുത്ത ജന്മത്തിൽ ഭൂമിയിലെ രാജാക്കന്മാരായി ജനിച്ചു. എണ്ണം കൂടിയപ്പോൾ അവരുടെ ഭാരവും കൂടി. ഭൂമി ദേവിക്ക് അസഹനീയമായ തളർച്ച അനുഭവപ്പെട്ടു. ദേവി എന്താ ചെയ്തേ? തൻ്റെ സ്ഥിതി അറിയിക്കാനായിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് അവസ്ഥ അറിയിച്ചു. ബ്രഹ്മാവ് തൻ്റെ സഭയോടുകൂടി കൈലാസത്തിൽ ചെന്ന് പരമേശ്വരനെ കണ്ടു, കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നേരെ പാലാഴിയിൽ ചെന്നിട്ട് നമ്മുടെ മഹാവിഷ്ണുവിനെ കണ്ടു. ബ്രഹ്മാവ് പുരുഷ സൂക്തം കൊണ്ട് വളരെ ഏകാഗ്രതയോടെ ഭഗവാനെ സേവിച്ചു. ഈ പുരുഷ സൂക്തം എന്ന് പറയുന്നത് ഉപാസിക്കുന്ന ഉപാസ്യ ദേവതയെ ഉപാസകന് പ്രത്യക്ഷമാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാൽ ബ്രഹ്മാവ് ശ്രീ മഹാവിഷ്ണുവിനെ 1000 സൂര്യന്മാർ ഉദിച്ചു വരുന്ന തേജസ്സോടുകൂടി ദർശിച്ചു. ആ വേളയിൽ ഭഗവാനിൽ നിന്നും ഭൂതകാല ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ബ്രഹ്മാവിന് കഴിഞ്ഞു. ബ്രഹ്മാവ് ആ കേട്ട കാര്യങ്ങൾ പരമേശ്വരൻ്റെ സമീപം ചെന്ന് എല്ലാ ദേവന്മാരോടുമായി അറിയിച്ചു. ഭഗവാനിൽ നിന്നും ബ്രഹ്മാവ് അറിഞ്ഞത് ഇതായിരുന്നു. അതായത് ഭൂമിയുടെ സങ്കടം തീർക്കാൻ മധുരയിലെ വസുദേവ മന്ദിരത്തിൽ വിഷ്ണുഭക്തയായ ദേവകിയുടെ ഗർഭത്തിൽ